നമസ്കാരം. 18 സിദ്ധന്മാരുടെ പട്ടികയിൽപ്പെടുന്നതും അഷ്ടാംഗ യോഗത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നതും കൈലാസത്തിൽ നന്ദി ഭഗവാനിൽ നിന്നും ദീക്ഷ ലഭിച്ചയാളും യോഗകല ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ കാരണക്കാരനുമായ പതഞ്ജലി മഹർഷിയെപ്പറ്റി അറിഞ്ഞിരിക്കാം. പതഞ്ജലി സിദ്ധർ ബ്രഹ്മദേവന്റെ കണ്ണിൽ നിന്നും ഉദ്ഭവിച്ചവർ. പുരാണപ്രകാരം അദ്ദേഹം ആദിശേഷന്റെ അവതാരം. സപ്തർഷി മണ്ഡലത്തിൽ ആദ്യ നക്ഷത്രമായി പ്രകാശിക്കുന്ന അത്രി മഹർഷിക്കും ത്രിമൂർത്തികളെ കുഞ്ഞുങ്ങളാക്കിയ അനസൂയാദേവിക്കും പിറന്നയാൾ. അദ്ദേഹം ഒരു പങ്കുനി മാസം മൂലം നക്ഷത്രത്തിൽ ഭൂജാതനായി എന്നാണ് പുരാണങ്ങളിൽ പരാമർശം. പതഞ്ജലി മഹർഷി ഏതു കാലത്ത് പിറന്നു ജീവിച്ചിരുന്നു എന്നത് വ്യക്തമല്ല. വേദകാലത്തിലിരുന്നേ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. എങ്കിലും കിമു 500 മുതൽ കിമു 200 വരെ ജീവിച്ചിരുന്നതായാണ് അനുമാനം. പുരാണപ്രകാരം ശ്രീമൻ മഹാവിഷ്ണു ഭൂമിയിൽ പല അവതാരങ്ങൾ എടുത്തപ്പോഴെല്ലാം അദ്ദേഹം മുനിയായി അവതരിച്ച് ഭൂമിയിൽ ജീവിച്ചു വന്നതായി പറയപ്പെടുന്നു. ഈ മഹർഷി ഭൂമിയിൽ ജീവിച്ചതായി പറയപ്പെടുന്ന കാലം 5 യുഗങ്ങൾ 7 നാൾ. പതഞ്ജലി മുനി വ്യാഴഗ്രഹത്തെ പ്രതിഫലിപ്പിക്കുന്നതായി ഒരു വിശ്വാസമുള്ളതിനാൽ ജാതകത്തിൽ വ്യാഴദശ നടക്കുന്നവർ ഇദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്നത് ഉത്തമം. പതഞ്ജലി മഹർഷിയുടെ അവതാര രഹസ്യം ഇങ്ങനെ. ഒരു നാൾ ക്ഷീരസാഗരത്തിൽ ആദിശേഷന്റെ മേൽ ശയിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മഹാവിഷ്ണുവിന് പെട്ടെന്ന് ഭാരം കൂടിയതിനാൽ ആദിശേഷൻ ഭഗവാനോട് അതിന്റെ കാരണം അന്വേഷിച്ചു. കൈലാസത്തിൽ വെച്ച് താൻ ദർശിച്ച ശിവനടനം താൻ മനക്കണ്ണിൽ കണ്ട് ആസ്വദിക്കുകയാണെന്ന് ഭഗവാൻ മറുപടി പറഞ്ഞപ്പോൾ ആ നടനം തനിക്കും കാണണമെന്നൊരാഗ്രഹം ആദിശേഷൻ പ്രകടിപ്പിച്ചു. ശ്രീമൻ നാരായണൻ ആദിശേഷനോട് ഭൂമിയിൽ തില്ലേവനത്തിലുള്ള ചിദംബരത്തേക്ക് ചെന്ന് ശിവനടനം ദർശിക്കാൻ തപസ് ചെയ്യാൻ പറഞ്ഞു. ഒരു നാൾ സന്ധ്യാവന്ദനം കഴിഞ്ഞ് അത്രി മഹർഷിയും അനസൂയയും വരുമ്പോൾ പുണ്യാത്മാക്കളായ മഹർഷി ദമ്പതിമാരുടെ പാദത്തിൽ കൈകൂപ്പിയപടി അഞ്ജലിപൂർവമായി മനുഷ്യമുഖത്തോടെയും പാമ്പിന്റെ ഉടലോടെയും ആദിശേഷൻ വന്നു വീണതിനാൽ അദ്ദേഹത്തിന് പതഞ്ജലി എന്ന നാമം വന്നു. വേറൊരു കഥ പ്രകാരം ആദിശേഷൻ കൈലാസത്തിലേക്ക് ചെന്ന് ശിവനടനം ദർശിക്കണമെന്ന് ശ്രീപരമേശ്വരനോട് അപേക്ഷിച്ചപ്പോൾ അത്രി മഹർഷിക്കും അനസൂയയ്ക്കും മകനായി പതഞ്ജലി എന്ന നാമത്തിൽ പിറന്ന് ശിവനടനം കാണാനുള്ള പ്രാപ്തി ഉണ്ടാവുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. പുരാണപ്രകാരം തിരുപ്പൂർ ജില്ലയിലുള്ള തിരുമൂർത്തിക്കുന്നുകൾ ഉള്ള ഇടത്തിൽ പതഞ്ജലി മഹർഷി പിറന്നതായും അവിടെ അമണലിംഗേശ്വരരെ അത്രി മഹർഷി പൂജിച്ചിരുന്നതായും മുമ്പുകാലത്ത് തെന്നിന്ത്യയിൽ ഈ ഭാഗം തെൻകൈലാസം എന്നറിയപ്പെട്ടിരുന്നതായും പറയപ്പെടുന്നു. പാമ്പുകാൽ സിദ്ധർ, പാമ്പുകാൽ മുനി, കോണികാപുത്രർ, ആത്രേയർ, പതഞ്ജലിയർ എന്നിങ്ങനെ പല നാമങ്ങൾ പതഞ്ജലി സിദ്ധർക്കുണ്ട്. 18 സിദ്ധന്മാരിൽ ഒരാളായ തിരുമൂലർ സിദ്ധരും ഇദ്ദേഹവും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതായും പതഞ്ജലി മുനി സംസ്കൃതത്തിൽ രചിച്ച മഹാഭാഷ്യത്തിന്റെ തമിഴ് വിവർത്തനമാണ് തിരുമൂലരുടെ തിരുമന്ത്രം എന്നും ചിലർ വാദിക്കുന്നുണ്ട്. കാലത്തിനതീതമായി ജീവിച്ച പതഞ്ജലി മഹർഷിയെപ്പറ്റി തിരുമൂലർ പ്രസ്താവിക്കുന്നത് ഇങ്ങനെ. പതഞ്ജലി അത്രി മഹർഷിക്കും അനസൂയയ്ക്കും പിറന്നയാൾ. ത്രിമൂർത്തികൾ തനിക്ക് പുത്രന്മാരായി പിറക്കണം എന്ന അത്രി മഹർഷിയുടെ ആഗ്രഹത്തെ തുടർന്ന് പിറന്ന 3 ആൺകുഞ്ഞുങ്ങളാണ് ദത്താത്രേയർ, ദുർവാസാവ്, പതഞ്ജലി. ഇവരെ കൂടാതെ മഹർഷിയുടെ മകളാണ് വസിഷ്ഠ മഹർഷിയുടെ ഭാര്യാസ്ഥാനം അലങ്കരിച്ച അരുന്ധതി. കൈലാസത്തിൽ നന്ദിദേവനിൽ നിന്നും ദീക്ഷ സ്വീകരിച്ച തിരുമൂലരോടൊപ്പം ഉണ്ടായിരുന്ന 7 പേരിൽ ഒരാളാണ് പതഞ്ജലി മഹർഷി. മറ്റുള്ളവരാണ് സനകർ, സനന്ദർ, സനാതനർ, സനൽകുമാരർ, ശിവയോഗമുനി, വ്യാഘ്രപാദമുനി. തില്ലയിൽ തന്നോടൊപ്പം ശിവദർശനം സിദ്ധിച്ച 2 പേരാണ് പതഞ്ജലി വ്യാഘ്രപാദ മഹർഷികളെന്നും തിരുമൂലർ തന്റെ കീർത്തനങ്ങളിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നാൽ വ്യാഘ്രപാദ മഹർഷി ഇവർക്ക് മുമ്പ് ജീവിച്ചയാൾ എന്നൊരു വാദവും നിലവിലുണ്ട്. തില്ലെ എന്ന പുണ്യസ്ഥലത്ത് നാഗക്കുളം അരികിൽ ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ച് ശിവനടന ദർശനത്തിനായി പതഞ്ജലി മഹർഷിയും വ്യാഘ്രപാദ മഹർഷിയും പൂജിച്ചു. അനന്തൻ പൂജിച്ച ഈശ്വരൻ എന്നർത്ഥത്തിൽ ശിവഭഗവാന്റെ നാമം അനന്തീശ്വരർ എന്നായി. ചിദംബരം നടരാജർ ക്ഷേത്രത്തെക്കാൾ എത്രയോ പഴയതാണ് അനന്തീശ്വരർ കോവിൽ. ചിദംബരം നടരാജർ കോവിലിൽ ശിവഭഗവാൻ ആടിയ ആനന്ദ താണ്ഡവ കാലത്തിനും എത്രയോ മുമ്പേ ഈ അനന്തീശ്വരർ കോവിലിൽ പതഞ്ജലി വ്യാഘ്രപാദ മുനിമാർക്കായി ഭഗവാൻ തിരുനടനമാടി എന്നതാണ് ഈ ആലയത്തിന്റെ ഐതിഹ്യം. ഇവിടെ ഇരുന്നാണ് പതഞ്ജലി മഹർഷി പതഞ്ജലി സൂത്രം രചിച്ചതെന്നാണ് പറയുന്നത്. ഈ ക്ഷേത്രത്തിലെ ഉച്ചകാല പൂജയിൽ സിദ്ധന്മാരും ഋഷിമാരും വന്ന് ഭഗവാനെ ദർശിക്കുന്നു എന്നാണ് വിശ്വാസം. ഇന്ന് ലോകം മുഴുവനും അറിയപ്പെടുന്ന യോഗാഭ്യാസ കല മുറപ്രകാരം പകുത്ത് മനുഷ്യ സമൂഹത്തിന് സമർപ്പിച്ച യോഗിവര്യനാണ് പതഞ്ജലി മഹർഷി. അദ്ദേഹം രചിച്ച പതഞ്ജലി യോഗസൂത്രം എന്ന പുസ്തകമാണ് യോഗകലയ്ക്ക് അടിസ്ഥാനമായി ഇന്നും വിളങ്ങുന്നത്. പതഞ്ജലി യോഗസൂത്രം, പതഞ്ജലി മഹാഭാഷ്യം, പതഞ്ജലി തന്ത്രം എന്ന മരുത്വ പുസ്തകം അദ്ദേഹത്തിന്റെ രചനകളിൽ പ്രസിദ്ധിപ്പെട്ടത്. പതഞ്ജലി യോഗസൂത്രത്തിൽ സമാധി, സാധന, വിഭൂതി, കൈവല്യം എന്നിങ്ങനെ 4 പാദങ്ങളിലായി 196 സൂത്രങ്ങളാണ് ഉള്ളത്. പതഞ്ജലി സിദ്ധർ തമിഴിലും സംസ്കൃതത്തിലും ഒരേപോലെ പ്രാവീണ്യമുള്ളയാൾ. മനുഷ്യർക്ക് യോഗയിലുള്ള വിദ്യാഭ്യാസം നൽകി അവരെ ആത്മീയതയിലേക്ക് ഉയർത്തുക എന്ന ഉന്നതമായ ലക്ഷ്യമുള്ളയാളായിരുന്നു പതഞ്ജലി സിദ്ധർ. യോഗരത്ന സമുച്ചയം, യോഗരത്നാകരം, പദാർത്ഥ വിജ്ഞാനം എന്നിങ്ങനെയുള്ള പല പുസ്തകങ്ങളിൽ പതഞ്ജലി മഹർഷിയെ ഒരു മരുത്വ അധികാരി എന്ന് പരാമർശിച്ചിരിക്കുന്നു. നാട്യശാസ്ത്രം എഴുതിയ പതഞ്ജലിയും യോഗകല രചിച്ച പതഞ്ജലിയും മഹാഭാഷ്യം എഴുതിയ പതഞ്ജലിയും വേറെ വേറെ ആളുകളെന്ന് ചില വാദങ്ങൾ ഉണ്ടെങ്കിലും ആത്മീയവാദികൾ ഇവരെല്ലാം ഒന്നാണെന്നും അത് ഇന്നും വാഴുന്നുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന പതഞ്ജലി സിദ്ധർ തന്നെയാണെന്നും പറയുന്നുണ്ട്.
അദ്ദേഹം തില്ലൈ നടരാജർ കോവിലുള്ള ഗോവിന്ദരാജ പെരുമാളെ പൂജിച്ചതായും ഐതിഹ്യമുണ്ട്. പതഞ്ജലി മഹർഷി തന്റെ ശിഷ്യന്മാർക്ക് നേർക്കുനേരെ ഇരുന്ന് പാഠങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നില്ല. അശരീരിയായാണ് പാഠങ്ങൾ ഉപദേശിച്ചിരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ശ്വാസത്തിൽ കൊടും വിഷം ഉള്ളതിനാൽ മനുഷ്യ ഉടലിന് താങ്ങാനാവില്ല എന്നതിനാലാണ്. പക്ഷേ ഗുരുവിനെ ഒന്ന് നേരിട്ട് കണ്ട് ആ സ്വരം ശ്രവിക്കണമെന്നൊരാഗ്രഹം ശിഷ്യന്മാർക്കുണ്ടായിരുന്നു. അതിനാൽ തില്ലയിൽ ചിദംബരം ക്ഷേത്രത്തിലുള്ള പഞ്ചസഭകളിൽ ഒന്നായ രാജസഭയിൽ ഇരുന്ന് താൻ രചിച്ച വ്യാകരണസൂത്രം എന്ന പുസ്തകം തന്റെ ശിഷ്യന്മാർക്ക് നേരിട്ട് ഉപദേശം ചെയ്യാൻ തീരുമാനിച്ചു പതഞ്ജലി സിദ്ധർ. പക്ഷേ മഹർഷി ഒരു നിബന്ധന വെച്ചു. തന്റെ ശിഷ്യന്മാർക്കും തനിക്കുമിടയിൽ വലിയൊരു ഇരുമ്പ് തിരശ്ശീലയിടണം. പാഠം കഴിയുന്നതുവരെ ആരും അത് നീക്കി നോക്കാൻ പാടില്ലെന്നും പാഠം തീരുന്നതുവരെ ആരും പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിയാൽ ബ്രഹ്മരക്ഷസായി മാറുമെന്നും ഉപദേശിച്ച് വലിയ ഇരുമ്പ് തിരശ്ശീലയ്ക്ക് പിന്നിൽ 1000 തലയുള്ള അനന്തനായി 1000 ശിഷ്യന്മാർക്ക് ഉപദേശം നൽകാൻ കാത്തിരുന്നു. പതഞ്ജലി മഹർഷിയുടെ 1000 ശിഷ്യന്മാരിൽ ഒരാളായ ഗൗഡപാദർ മാത്രം ഗുരുവിന്റെ നിർദ്ദേശാനുസരണം പുറത്തുപോയിരുന്നു. പതഞ്ജലി മഹർഷി പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കെ ഗുരുനാഥ, തപം എന്നാൽ എന്താണ് എന്നൊരു ശിഷ്യൻ സംശയമുന്നയിച്ചു. ഉടലിലുള്ള പഞ്ചേന്ദ്രിയങ്ങൾ വെളിയിൽ പായുന്നത് തടയാനും സുഖദുഃഖങ്ങളെ അടക്കാനുമുള്ള ചടങ്ങാണ് തപം എന്ന് ഗുരു മറുപടി കൊടുത്തു. ഈ ലോകത്ത് പരകായ പ്രവേശം സാധ്യമോ എന്ന് വേറൊരു ശിഷ്യൻ ചോദിച്ചു. ആരൊരാൾ പഞ്ചഭൂതങ്ങളെ ജയിച്ച് അഷ്ടസിദ്ധി നേടുന്നുവോ അവർക്കത് സാധ്യമാകും എന്നുത്തരം കൊടുത്തു ഗുരു. ഇങ്ങനെ ചോദ്യോത്തരവേള നടന്നുകൊണ്ടിരിക്കെ ഗുരുവിനെ കാണാനായി ആകാംക്ഷ അടക്കാനാവാതെ ചില ശിഷ്യന്മാർ ചേർന്ന് ആ ഇരുമ്പ് തിരശ്ശീല നീക്കിയതും ആദിശേഷന്റെ ശ്വാസത്തിലുള്ള ഉഗ്ര വിഷക്കാറ്റേറ്റ് 999 പേരും എരിഞ്ഞു ചാമ്പലായി. പുറത്തുപോയിരുന്ന ശിഷ്യൻ ഗൗഡപാദർ വരുന്നത് കണ്ട് ഗുരു ആദിശേഷന്റെ രൂപത്തിൽ നിന്നും മനുഷ്യരൂപത്തിലേക്ക് മാറി. ഗുരുവിന്റെ രഹസ്യം കാണാൻ ആഗ്രഹിച്ച് 999 ശിഷ്യന്മാരും ചാമ്പലായത് ഗൗഡപാദർ മനസ്സിലാക്കി സങ്കടപ്പെട്ടു. അന്നേരം പതഞ്ജലി മഹർഷി ഇങ്ങനെ പറഞ്ഞു: ഗൗഡപാദ, നീ മാത്രം എൻ്റെ ശിഷ്യനായിരിക്കണമെന്നതാണ് ലോകനിയതി. സകല കലകളും ഞാൻ നിനക്ക് ഉപദേശിക്കാം. പതഞ്ജലി മഹർഷി ശിഷ്യന് കുണ്ടലിനി യോഗ പരിശീലിപ്പിച്ചു. പതുക്കെ പതുക്കെ എല്ലാ സാധനങ്ങളും ശിഷ്യന് കൈവന്നു. അങ്ങനെ ഗൗഡപാദർ തന്റെ യോഗശക്തിയാൽ ഗുരുവിന്റെ ആദിശേഷ രൂപം ദർശിച്ച് തൃപ്തിയടഞ്ഞു. ഈ ഒരേ ഒരു ശിഷ്യൻ ഗൗഡപാദരിലൂടെയാണ് പതഞ്ജലി മഹർഷിയുടെ പുസ്തകങ്ങൾ മനുഷ്യകുലത്തിലേക്ക് എത്തിയത് എന്നാണ് പറയുന്നത്. ഇതിന്റെ പിന്നണിയിൽ സ്വാരസ്യമായ വേറൊരു കഥയുമുണ്ട്. പതഞ്ജലി മഹർഷി മുഴുവൻ വ്യാകരണവും ഗൗഡപാദർക്ക് ഉപദേശിച്ചു തീർന്നതും ഗൗഡപാദർ ഒരു ബ്രഹ്മരക്ഷസായി മാറി. തിരിച്ച് തന്റെ സ്വയരൂപം കിട്ടാൻ എന്തു ചെയ്യണമെന്ന് ഗൗഡപാദർ ഗുരുവിനോട് ചോദിക്കെ പതഞ്ജലി മഹർഷി 3 ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ശിഷ്യന്റെ കാതിൽ ഉപദേശിച്ച്, ഇതിന് ആര് ശരിയായി ഉത്തരം പറയുന്നുവോ അവർക്ക് നീ വ്യാകരണം ഉപദേശിക്കേ, അപ്പോൾ നിനക്ക് പഴയ രൂപം തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞു. ബ്രഹ്മരക്ഷസായ ഗൗഡപാദർ ആറ്റിൻകരയിലുള്ള ഒരു അരസമരത്തിൽ കുടിയേറി ആ വഴി പോകുന്നവരോടെല്ലാം ഈ ചോദ്യങ്ങൾ ചോദിച്ചു. ഉത്തരം പറയാത്തവരെ ബ്രഹ്മരക്ഷസായതിനാൽ കൊന്നും തിന്നു. അങ്ങനെ പല യുഗങ്ങൾ കൊഴിഞ്ഞുപോയി. ആർക്കും ശരിയായ ഉത്തരം പറയാൻ പറ്റിയില്ല. ഒരു നാൾ ആദിശേഷൻ ശോകത്തിലിരിക്കുന്നത് കണ്ട് ഭഗവാൻ മഹാവിഷ്ണു കാരണമന്വേഷിച്ചപ്പോൾ ഞാൻ ഉപദേശിച്ച വ്യാകരണം വേറെ ആർക്കും ഉപദേശിക്കാനാവാതെ ഗൗഡപാദർ ബ്രഹ്മരക്ഷസ് രൂപത്തിലിരിക്കുന്നു. ആരും തന്നെ ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം പറയുന്നുമില്ല എന്ന് പറഞ്ഞു. എങ്കിൽ നീ തന്നെ മനുഷ്യാവതാരമെടുത്ത് ഗൗഡപാദരുടെ ശിഷ്യനായി ചേർന്നുകൊള്ളുക എന്ന് ഭഗവാൻ ആദിശേഷനെ ഉപദേശിച്ചു. അപ്രകാരം ആദിശേഷൻ വീണ്ടും ഗന്ധർവസേനൻ അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത ശർമ്മ എന്ന നാമത്തിൽ ഭൂമിയിൽ ബ്രാഹ്മണകുലത്തിൽ പിറന്ന് യുവത്വമെത്തിയപ്പോൾ പതഞ്ജലി മഹർഷിയിൽ നിന്നും വ്യാകരണം അഭ്യസിക്കണമെന്ന ഉദ്ദേശത്തോടെ ചിദംബരത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ ബ്രഹ്മരക്ഷസ് തങ്ങിയിരിക്കുന്ന മരത്തിന് കീഴിൽ ഒരൽപ്പം വിശ്രമിക്കാനായി നിന്നു. തേജസ്വിയായ ഒരു യുവാവ് മരത്തിന് കീഴിൽ നിൽക്കുന്നത് കണ്ട് ബ്രഹ്മരക്ഷസ് താഴെ ഇറങ്ങി വന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ചന്ദ്രഗുപ്ത ശർമ്മ കാര്യം പറഞ്ഞു. ഉടനെ ബ്രഹ്മരക്ഷസ്, പതഞ്ജലി മഹർഷിയുടെ ഒരേ ഒരു ശിഷ്യൻ ഞാൻ മാത്രമാണ്. ബാക്കിയുള്ളവരെല്ലാം ചാമ്പലായത് ലോകത്തുള്ളവർക്ക് എല്ലാവർക്കും അറിയാം. ചിദംബരത്തിൽ ആരും തന്നെയില്ല. വ്യാകരണം ഞാൻ ഉപദേശിക്കാം, പക്ഷേ എൻ്റെ 3 ചോദ്യങ്ങൾക്ക് ശരിയുത്തരം തരണം എന്ന് പറഞ്ഞ് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ചന്ദ്രഗുപ്ത ശർമ്മ ശരിയായി ഉത്തരം പറഞ്ഞപ്പോൾ ബ്രഹ്മരക്ഷസ് ചന്ദ്രഗുപ്ത ശർമ്മയെ വ്യാകരണം ഉപദേശിക്കാൻ മരത്തിന് മുകളിലേക്ക് ക്ഷണിച്ചു. ബ്രഹ്മരക്ഷസ് അവിടെ ഇരുന്ന് വ്യാകരണം ഉപദേശിച്ചു കൊണ്ടിരുന്നു. ചന്ദ്രഗുപ്ത ശർമ്മ മരത്തിന്റെ ഇലകൾ പറിച്ച് കാലിൽ ഒരു മുറിവുണ്ടാക്കി ആ രക്തം കൊണ്ട് ഇലയിൽ വ്യാകരണം ഉപദേശിക്കുന്നത് പകർത്തി എഴുതിക്കൊണ്ടിരുന്നു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. വ്യാകരണം ഉപദേശിച്ചു തീർന്നതും ഗൗഡപാദർക്ക് സ്വന്തം രൂപം തിരിച്ചു കിട്ടി. അദ്ദേഹം തപസ് ചെയ്യാനായി ഹിമാലയത്തിലേക്ക് പോയി. കഥ ഇവിടെ തീരുന്നില്ല. ചന്ദ്രഗുപ്ത ശർമ്മ മരത്തിന് താഴെ ഇറങ്ങി വ്യാകരണം എഴുതിയ ഇലകളെല്ലാം ഒരു തുണിയിൽ പൊതിഞ്ഞെടുത്ത് ക്ഷീണം മൂലം മരത്തിന് കീഴെ കിടന്നുറങ്ങിയപ്പോഴേക്കും വ്യാകരണം എഴുതിയ ഇലകളിൽ പകുതിയും ഒരാട് തിന്നു. ബാക്കിയുള്ളവയും കൊണ്ട് ചന്ദ്രഗുപ്ത ശർമ്മ ഉജ്ജയിനിയിലേക്ക് യാത്ര ആരംഭിച്ചു. നീണ്ട നാളായുള്ള ജലപാനമില്ലായ്മയും ഉറക്കമില്ലായ്മയും കാരണം വഴിയിൽ ഒരു ബ്രാഹ്മണ ഗൃഹത്തിന് മുന്നിലെത്തിയപ്പോഴേക്കും അദ്ദേഹം ബോധരഹിതനായി വീണുപോയി. ആ വീട്ടിലെ ബ്രാഹ്മണന്റെ മകൾ വൈദ്യസഹായത്തോടെ ആഴ്ചകളെടുത്ത് ചന്ദ്രഗുപ്ത ശർമ്മയുടെ ജീവൻ രക്ഷപ്പെടുത്തി. അവിടെ നിന്നും ആരോഗ്യവാനായി പുറപ്പെടാൻ ഇറങ്ങി തിരിച്ച ചന്ദ്രഗുപ്ത ശർമ്മയെ വിവാഹം കഴിക്കണമെന്ന് ബ്രാഹ്മണന്റെ മകൾ ശാഠ്യം പിടിച്ചു.
പക്ഷേ ചന്ദ്രഗുപ്ത ശർമ്മ തനിക്ക് ഗൃഹസ്ഥാശ്രമത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞെങ്കിലും ബ്രാഹ്മണനും മകളും വിട്ടില്ല. തർക്കം രാജാവിന് മുന്നിലെത്തി. രാജാവ് ചന്ദ്രഗുപ്ത ശർമ്മയുടെ തേജസ് കണ്ട് രാജകുമാരിയെ ഇദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്താലോ എന്ന് തീരുമാനിക്കാനായി മന്ത്രിയെ വിളിച്ചു കൊണ്ടുവരുവാൻ അനുചരന്മാരെ അയച്ചു. മന്ത്രിയാകട്ടെ തന്റെ മകളുടെ വിവാഹകാര്യത്തിനാണ് രാജാവ് തന്നെ വിളിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ചു. അന്നേരം സഭയിലുണ്ടായിരുന്ന ഒരു വ്യാപാരിയുടെ മകളും ചന്ദ്രഗുപ്ത ശർമ്മയുടെ തേജസ്സിൽ മയങ്ങി തന്നെ വിവാഹം കഴിക്കണമെന്ന് വാശി പിടിച്ചു. ഒടുവിൽ ചന്ദ്രഗുപ്ത ശർമ്മ ഈ 4 പേരെയും വിവാഹം കഴിച്ചു. അവർ 4 പേർക്കും 4 പുത്രന്മാരുണ്ടായി. അതിൽ ബ്രാഹ്മണയോധിക്ക് പിറന്ന കുഞ്ഞാണ് വല്ലഭ ഋഷി എന്ന വരരുചി. രാജകുമാരിക്ക് പിറന്ന കുഞ്ഞാണ് വിക്രമാദിത്യ മഹാരാജാവ്. മന്ത്രികുമാരിക്ക് പിറന്ന പുത്രനാണ് വിക്രമാദിത്യ മഹാരാജാവിന്റെ മന്ത്രിയായ ഭട്ടി. വ്യാപാരിയുടെ മകൾക്ക് പിറന്ന കുഞ്ഞാണ് ഭർതൃഹരി. ചന്ദ്രഗുപ്ത ശർമ്മ രാജ്യഭാരം വിക്രമാദിത്യനെ ഏൽപ്പിച്ച് പതഞ്ജലി മഹർഷിയുടെ മഹാഭാഷ്യത്തെ ലോകമുടനീളം പ്രചരിപ്പിക്കാൻ ഹിമാലയത്തിൽ ഗൗഡപാദരോട് ചേർന്ന് സന്യാസം സ്വീകരിച്ച് ഗോവിന്ദ ഭഗവത്പാദരായി. അദ്ദേഹമാണ് അദ്വൈത സിദ്ധാന്തം പ്രചരിപ്പിച്ച ആദിശങ്കരാചാര്യരുടെ ഗുരു. അദ്ദേഹത്തിന്റെ വഴിയിൽ വന്നയാളാണ് വിവേകാനന്ദ സ്വാമികൾ എന്നാണ് പറയുന്നത്. ഗൗഡപാദർ മാണ്ഡൂക്യ ഉപനിഷത്തിന് മാണ്ഡൂക്യ കാരികെ എന്ന വിശദീകരണ പുസ്തകം എഴുതിയവർ. ഇത് അദ്വൈത വേദാന്തത്തിൻ പ്രധാന പുസ്തകങ്ങളിൽ ഒന്ന്. മധുരയ്ക്കടുത്തുള്ള സത്കുടി ഗ്രാമത്തിൽ ഗൗഡപാദർ എന്ന പാട്ടയ സിദ്ധർക്ക് ജീവസമാധിയുണ്ട്. പതഞ്ജലി മഹർഷിയുടെ 10 സമാധി സ്ഥലങ്ങളിൽ ചിദംബരം ക്ഷേത്രവും ഒന്ന്. തിരുച്ചിക്കടുത്തുള്ള ഭക്തർ തലയെഴുത്തു മാറ്റാൻ പോകുന്ന തിരുപ്പട്ടൂർ ബ്രഹ്മപുരീശ്വര ക്ഷേത്രം അദ്ദേഹത്തിന്റെ സമാധി സ്ഥലമാണ്. അവിടെ ഭക്തർക്ക് ധ്യാനിക്കാനും സൗകര്യമുണ്ട്. അതല്ലാതെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നായ രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പർവ്വതവർദ്ധിനിയമ്മൻ സന്നിധിക്കടുത്തുള്ള പ്രകാരത്തിൽ രുദ്രാക്ഷമാലകൾ കൊണ്ട് അലങ്കരിച്ച സന്നിധിയിൽ പതഞ്ജലി മഹർഷി സമാധി കൊള്ളുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.